SSLC ഹിന്ദി ചാപ്റ്റർ 1 ഖിഡ്കി 15 മിനിറ്റിൽ മനസ്സിലാക്കാം. ഹോഷിയാർപൂരിലൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ ഒരു കുടുംബം ട്രെയിനിൽ യാത്ര ചെയ്യുമായിരുന്നു. ഈ പ്രാവശ്യം അവർ AC കോച്ചിന് പകരം ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് യാത്ര ചെയ്തത്. കുട്ടികൾ സന്തോഷത്തോടെ വിൻഡോ സീറ്റ് പിടിച്ച് പുറത്ത് കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. യാത്രക്കിടയിൽ ജമ്മു ഷോൾ വിൽക്കുന്ന ഒരു ലേഡി കമ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. ഭാര്യ ഷോൾ വാങ്ങാൻ താല്പര്യം കാണിച്ചു. എന്നാൽ അവൾ വിലയിൽ കുറവ് വരുത്താൻ ബാർഗെയിനിങ് തുടങ്ങി. യുവതി പല പ്രാവശ്യം വില കുറച്ചെങ്കിലും അവളുടെ മുഖത്ത് ദുഃഖവും വിഷമവും കാണാമായിരുന്നു. ഒടുവിൽ ഭാര്യ 5 ഷോളുകൾ വാങ്ങി. ഷോൾ വാങ്ങിയതിനു ശേഷം ഭാര്യ ഇനിയും വില കുറയ്ക്കാമായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഭർത്താവിൻ്റെ മനസ്സ് മറ്റൊരു ദിശയിലേക്ക് പോയി. ഷോൾ വിൽക്കുന്ന പെൺകുട്ടിയുടെ കണ്ണുകളിലെ വേദനയും നിസ്സഹായതയും കണ്ടപ്പോൾ അവന് തൻ്റെ അച്ഛനെ ഓർമ്മ വന്നു. ട്രെയിനിൽ സാധനങ്ങൾ വിറ്റായിരുന്നു ആ അച്ഛൻ വീട് നടത്തിക്കൊണ്ടിരുന്നത്. ആ അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ അവൻ ഓർമ്മിച്ചു. ആ പെൺകുട്ടിയുടെ കണ്ണുകൾ അവൻ്റെ അച്ഛൻ്റെ ലൈഫിൻ്റെ റിഫ്ലക്ഷൻ കാണുന്ന പോലെ തോന്നി. അച്ഛൻ്റെ അധ്വാനവും ത്യാഗവും ജീവിത സമരവും അവൻ്റെ മനസ്സിൽ വീണ്ടും ജീവിച്ചു. അതിലൂടെ മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാനും അവരുടെ അധ്വാനത്തെ ബഹുമാനിക്കാനും നമ്മൾ പഠിക്കണം എന്ന സന്ദേശം കഥയിലൂടെ എഴുത്തുകാരൻ നൽകുന്നു. ഖിഡ്കി എന്ന ടൈറ്റിൽ വളരെ അർത്ഥപൂർണമാണ്. അതൊരു ട്രെയിൻ ജനൽ മാത്രമല്ല, അത് നായകനെ തൻ്റെ ഓർമ്മകളിലേക്കും വികാരങ്ങളിലേക്കും മറ്റുള്ളവരുടെ ജീവിതം മനസ്സിലാക്കുന്നതിലും നയിക്കുന്ന ഒരു വാതിലായി മാറുന്നു. ഇനി നമുക്ക് ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഖിഡ്കി എഴുതിയത് അഞ്ജു ഖർബന്ദ. ഹോഷിയാർപൂർ സേ ഷാദി കാ ബുലാവ ആയാ ഥാ. ഹോഷിയാർപൂർ എന്ന സ്ഥലത്തിൽ നിന്നൊരു വെഡിങ് ഇൻവിറ്റേഷൻ വന്നായിരുന്നു. ട്രെയിൻ സേ ജാന തയ ഹുവ. ആ വിവാഹത്തിൽ പങ്കെടുക്കാൻ ട്രെയിനിൽ യാത്ര ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ഥി. തണുപ്പ് കാലം ആരംഭിക്കാൻ തുടങ്ങിയിരുന്നു. ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇസ്ലിയെ സോച്ച ചലോ ഇസ് ബാർ AC की बजाय जनरल कोच से सफ़र का ആനന്ദ് ലിയാ ജായ്. അതുകൊണ്ട് ഈ പ്രാവശ്യം AC കോച്ചിലല്ല, പകരം ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്ത് അതിൻ്റെ അനുഭവം ആസ്വദിക്കാമെന്നവർ തീരുമാനിച്ചു. പെഹലെ ബീവി ബച്ചെ ജനറൽ സെ ജാനെ പർ കുച്ച് നാറാസ് ഹുയെ. ആദ്യം ഭാര്യയും കുട്ടികളും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യണമെന്ന് കേട്ടപ്പോൾ കുറച്ച് അൺഹാപ്പിയായി. പർ ഫിർ തോടി നാ നുക്കുർ കെ ബാദ് മാൻ ഗയെ. എന്നാൽ കുറച്ച് പരാതിയും മടിയും കാണിച്ചതിന് ശേഷം അവർ സമ്മതിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. ഡൽഹിയിൽ നിന്ന് ഹോഷിയാർപൂരിലേക്ക് ഏകദേശം ഒരു 8 മണിക്കൂർ യാത്രയാണ്. സീറ്റ് ബുക്ക് ഥി തോ ജ്യാദാ പരേശാനി നഹി ഹുയി. സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ബച്ചോനെ ഝട്ട് ഖിഡ്കി വാലി സീറ്റ് ഝപ്പട്ട് ലി. കുട്ടികൾ വേഗം തന്നെ ജനലിലരികിൽ സീറ്റ് പിടിച്ചു. സാരാ സാമാൻ സേറ്റ് കർ മേ ഓർ പത്നി ബാത്തോ മേ മഷ്ഗൂൽ ഹോ ഗയെ. സാധനങ്ങളെല്ലാം ശരിയായി വെച്ചതിന് ശേഷം ഞാനും എൻ്റെ ഭാര്യയും സംസാരത്തിൽ മുഴുകി. ഈ ഭാഗത്തിൽ കഥയുടെ തുടക്കമാണ് പറയുന്നത്. ഹോഷിയാർപൂരിലേക്ക് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ ഒരു കുടുംബം ട്രെയിനിൽ യാത്ര പോകുന്നതാണ് ഇവിടെ കാണുന്നത്. ദീദി ജമ്മു കി ഷോൾ ലേ ലോ, ബഹുത് ബഡിയ ഹേ. ജമ്മുവിൽ നിന്നുള്ള നല്ല ഷോൾ വാങ്ങിക്കോ ചേച്ചി, നല്ല സൂപ്പറായിട്ടുള്ള ഷോൾസ് ആണെന്ന് പറഞ്ഞ് ഒരു ലേഡി അവിടെ ഷോൾ വിൽക്കാൻ വന്നു. രംഗ് ബിരംഗി ഷോളോं का भारी गट्ठर उठाए एक सांवली सलोनी कजरारी आँखों वाली युवती पत्नी को इसरार करने लगी. നല്ല കളർഫുള്ളായിട്ടുള്ള ഷോളുകളൊക്കെ നിറഞ്ഞ ഒരു വലിയ കെട്ടും ചുമന്ന് ഒരു യുവതി അവിടെ വന്നു. അവളുടെ കണ്ണുകൾ വളരെ മനോഹരമായിരുന്നു. കിത്തനെ കി ഹേ. ഭാര്യ ഷോളിൻ്റെ വില ചോദിച്ചു. 250 की. പെൺകുട്ടി ഒരു ഷോളിൻ്റെ വില 250 rupees എന്ന് പറഞ്ഞു. ഇത്തി മെഹങ്കി. ഭാര്യയ്ക്ക് ആ വില കൂടുതലായി തോന്നി. അതുകൊണ്ട് അവൾ ഭയങ്കര ഷോക്കായിട്ട് ചോദിച്ചു, ഇത്രയും വിലയോ? ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി. കൂടുതൽ ഷോൾ വാങ്ങിയാൽ ഞാൻ വില കുറച്ച് തരാമെന്ന് പെൺകുട്ടി പറഞ്ഞു. മുझे ദുക്കാൻ ഖോൽനി ഹെ ക്യാ. എനിക്ക് കട തുടങ്ങാനൊന്നുമല്ല, എനിക്ക് അത്രയും ഷോളും വേണ്ട എന്ന് ഭാര്യ തമാശയായി പറയുന്നു. ലേ ലോന ബഹനോ ഓർ ഭാബിയോ കെ ലിയേ. ചേച്ചിമാർക്കും ബന്ധുക്കൾക്കും കൊടുക്കാൻ വാങ്ങിക്കൂ എന്ന് പെൺകുട്ടി റിക്വസ്റ്റ് ചെയ്യുന്നു.
मैंने पत्नी को इशारा किया तो उसने आंखें तरेर कर मुझे चुप रहने का संकेत दिया. ഭർത്താവ് ഷോൾ വാങ്ങാനായിട്ട് ഭാര്യയ്ക്കൊരു സിഗ്നൽ കൊടുത്തു. പക്ഷെ ഭാര്യ അവനെ മിണ്ടാതിരിക്കാൻ വേണ്ടി നോക്കി പേടിപ്പിച്ചു. അച്ഛാ 5 പീസ് ലൂं तो कितने की दोगी? ഭാര്യ ഇപ്പോൾ ബാർഗെയിനിങ് തുടങ്ങി. 5 ഷോൾ വാങ്ങിയാൽ എത്ര വിലയാകുമെന്ന് ചോദിക്കുന്നു. 200 रुपये पर पीस ले लेना दीदी. പെൺകുട്ടി ഒരു ഷോളിൻ്റെ വില 200 രൂപ വരെ കുറയ്ക്കാൻ തയ്യാറായിരുന്നു. നാ 100 रुपये पर പീസ്. എന്നാൽ ഭാര്യ വളരെ കുറഞ്ഞ വിലയാണ് പറയുന്നത്. ഒരു ഷോൾ 100 രൂപയ്ക്ക് തരുമോ എന്ന് ചോദിക്കുന്നു. ദീദി 100 तो बहुत कम है. 100 രൂപ വളരെ കുറവാണെന്ന് പെൺകുട്ടി സങ്കടത്തോടെ പറയുന്നു. कहते हुए उसका गला रुंध गया और उसकी कजरारी आंखें भर आई. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പെൺകുട്ടിയുടെ മനസ്സ് വേദനിക്കുന്നു. അവൾക്ക് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നു. ഇത് അവളുടെ സാമ്പത്തിക കഷ്ടപ്പാടുകളും ജീവിത പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു. ഇവിടെ എഴുത്തുകാരൻ ഷോൾ വിൽക്കുന്ന പെൺകുട്ടിയുടെ കഷ്ടപ്പാടും നിസ്സഹായാവസ്ഥയും കാണിക്കുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകളാണ് കഥയുടെ ഭാവമാറ്റത്തിന് കാരണം. ചൽ ന തേരി ന മേരി 150 पर പീസ്. ഭാര്യ അവസാനമായി ഒരു ഷോളിന് 150 റുപ്പീസ് എന്ന വില ഡിസൈഡ് ചെയ്യുന്നു. അതായത് രണ്ടുപേർക്കും ഒരു ലോസും ഇല്ലാത്ത ടൈപ്പ് ഒരു ഡീൽ. അച്ഛാ ദീദി ഠീക്ക് ഹേ ലോ റംഗ് പസന്ദ് കർ ലോ. പെൺകുട്ടി അത് സമ്മതിക്കുന്നു. അവൾക്ക് ഷോൾ വിറ്റാൽ മതി എന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അവൾ വില കുറിച്ചിട്ടും സമ്മതിച്ചു. കുച്ച് സോച്ച്തേ ഹുവേ ഉസ്നെ കഹാ ഓർ ഗഠർ പത്നി കെ സാമനെ സർക്കാ ദിയ. കുറച്ച് സങ്കടത്തോടെയും ആലോചനയോടും കൂടി അവൾ ഷോളുകളുടെ കെട്ട് ഭാര്യയുടെ മുന്നിലേക്ക് നീക്കിവെച്ചു. പത്നീനെ 5 ഷോളെ അലഗ് കർ ലി ഓർ മേരി ഓർ ദേഖ് റുപ്പയ ദേനെ കാ ഇഷാരാ കിയ. ഭാര്യ 5 ഷോളുകൾ തിരഞ്ഞെടുത്തു. പിന്നെ ഭർത്താവിനോട് പണം കൊടുക്കാൻ സിഗ്നൽ ചെയ്തു. मैंने झट 750 रुपये निकाल कर दे दिए. ഭർത്താവ് ഉടനെ തന്നെ 750 രൂപ കൊടുത്തു. उसके जाने के बाद रास्ते भर पत्नी की सुई इसी बात पर अटकी रही. പെൺകുട്ടി പോയതിനു ശേഷം യാത്രയിൽ മുഴുവൻ ഭാര്യ ഒരു കാര്യം മാത്രം ചിന്തിച്ചു. वो एक बार में ही 150 में मान गई. गलती की. थोड़ा तोल मोल और करना चाहिए था. 150 രൂപയ്ക്ക് അവൾ വേഗം സമ്മതിച്ചല്ലോ. കുറച്ചുകൂടെ ബാർഗെയിനിങ് ചെയ്തിരുന്നെങ്കിൽ വില ഇനിയും കുറയ്ക്കാമായിരുന്നു എന്ന് ഭാര്യ ചിന്തിക്കുന്നു. ഓർ മേരി സുയി അതീത് മേ ജാ അട്കി ഥി. ഇവിടെ സുയി എന്ന് പറയുന്നത് ഒരു ഉപമയാണ്. ഭാര്യയുടെ മനസ്സ് പണത്തിലായിരുന്നു, എന്നാൽ ഭർത്താവിൻ്റെ മനസ്സ് പഴയ ഓർമ്മകളിലേക്ക് പോയി. ലൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എക്സാംസിന് വേണ്ടി. ബേട്ടി കോ ഗോദ് മേ ബിഠാ റെയിൽഗാഡി കി ഖിഡ്കി സെ ഝാങ്ക്താ. നായകൻ തൻ്റെ മകളെ മടിയിലിരുത്തി ട്രെയിനിൻ്റെ വിൻഡോയുടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. മേ സോച്ച് റഹാ ഥാ. അവൻ ചിന്തിക്കുമായിരുന്നു. മേരെ പിതാ ഭി റെയിൽഗാഡി മേ സാമാൻ ബേച്ച്. അവൻ്റെ അച്ഛനും ട്രെയിനിൽ സാധനങ്ങൾ വിറ്റാണ് കുടുംബം പോറ്റിയിരുന്നത്. ജബ് തക്കെ ഹാരെ ഘർ ആത്തെ. ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് വളരെ ക്ഷീണിച്ച് ആണ് അച്ഛൻ വീട്ടിലെത്തുന്നത്. तो उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. ഇതാണ് കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഷോൾ വിൽക്കുന്ന പെൺകുട്ടിയുടെ കണ്ണുകളിൽ കണ്ട വേദനയും സങ്കടവും തൻ്റെ അച്ഛൻ്റെ കണ്ണുകളിലും ഉണ്ടായിരുന്നു എന്ന് നായകൻ ഓർക്കുന്നു. ഇവിടെ നായകൻ ഷോൾ വിൽക്കുന്ന പെൺകുട്ടിയെ കാണുമ്പോൾ തൻ്റെ അച്ഛൻ്റെ ജീവിത സമരങ്ങളും കഷ്ടപ്പാടും ഓർമ്മ വരുന്നു. അതുകൊണ്ടാണ് അവളോട് അവൻ സഹതാപവും ബഹുമാനവും തോന്നുന്നത്. ഇവിടെ റൈറ്റർ കാണിക്കുന്നത് കഥയുടെ പ്രധാന സന്ദേശമായ മാനുഷിക സ്നേഹവും സഹാനുഭൂതിയുമാണ്. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ലേഖക് को अपने पिता की याद क्यों आई? शॉल बेचने वाली युवती की आंखों में लेखक ने वही दुख और संघर्ष देखा जो उसने अपने पिता की आंखों में देखा था. उसके पिता भी रेलगाड़ी में सामान बेचकर परिवार का पालन पोषण करते थे. इसलिए लेखक को अपने पिता की याद आई. ഷോൾ വിൽക്കുന്ന യുവതിയുടെ കണ്ണുകളിലെ ദുഃഖവും കഷ്ടപ്പാടും കണ്ടപ്പോൾ എഴുത്തുകാരന് തൻ്റെ അച്ഛനെ ഓർമ്മ വന്നു. അച്ഛനും ട്രെയിനിൽ സാധനങ്ങൾ വിറ്റാണ് കുടുംബം പോറ്റിയിരുന്നത്.
शॉल बेचने वाली युवती का चरित्र चित्रण कीजिए। शॉल बेचने वाली युवती मेहनती, विनम्र और संघर्षशील थी। वह रंग बिरंगी शॉलें बेचकर अपना जीवन चलाती थी। उसकी आर्थिक स्थिति अच्छी नहीं थी। उसकी आँखों की नमी उसके संघर्ष और कठिन जीवन को प्रकट करती है। ഷോൾ വിൽക്കുന്ന യുവതി കഠിനാധ്വാനവും വിനയമുള്ളവളും ജീവിത സമരങ്ങൾ നേരിടുന്നവളുമായിരുന്നു. ഷോളുകൾ വിറ്റാണ് അവൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അവളുടെ കണ്ണുകളിലെ വിഷമം അവളുടെ കഷ്ടപ്പാടുകളെ വ്യക്തമാക്കുന്നു. കഹാനി കാ മുഖ്യ വിചാർ ക്യാ ഹൈ? कहानी का मुख्य विचार मानवीय संवेदना और सहानुभूति है। यह कहानी हमें दूसरों के दुख और संघर्ष को समझने तथा मेहनत करने वाले लोगों का सम्मान करने का सीख देती है. ഈ കഥയുടെ പ്രധാന ആശയം മനുഷ്യസ്നേഹവും സഹാനുഭൂതിയുമാണ്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുകയും കഠിനാധ്വാനം ചെയ്യുന്നവരെ ബഹുമാനിക്കുകയും വേണമെന്ന സന്ദേശമാണ് കഥ നൽകുന്നത്. खिड़की शीर्षक की सार्थकता स्पष्ट कीजिए. खिड़की शीर्षक अत्यंत सार्थक है. खिड़की केवल रेलगाड़ी की खिड़की नहीं है. इसी खिड़की से बाहर देखते हुए लेखक शॉल बेचने वाली युवती को देखता है और अपने पिता को याद करता है. खिड़की लेखक को उसकी स्मृतियों और भावनाओं से जोड़ती है. इसलिए यह शीर्षक उपयुक्त है. खिड़की എന്ന തലക്കെട്ട്, അതായത് ടൈറ്റിൽ, വളരെ അനുയോജ്യമാണ്. ഇതൊരു സാധാരണ ട്രെയിൻ ജനൽ മാത്രമല്ല. ഈ ജനലിലൂടെ നോക്കുമ്പോഴാണ് എഴുത്തുകാരന് യുവതിയെ കാണാനും തൻ്റെ അച്ഛനെ ഓർക്കാനും കഴിയുന്നത്. അതിനാൽ ഈ തലക്കെട്ട് വളരെ അർത്ഥവത്താണ്. पति का गला क्यों रुंध गया? पत्नी ने शॉल की बहुत कम कीमत लगाई. युवती आर्थिक कठिनाइयों से जूझ रही थी, इसलिए वह दुखी हो गई और उसका गला रुंध गया. उसकी आँखों में आंसू भी आ गए. ഭാര്യ വളരെ കുറഞ്ഞ വില പറഞ്ഞപ്പോൾ യുവതി വിഷമിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ ശബ്ദം ഇടറിയതും കണ്ണുകൾ നിറഞ്ഞതും. മൈ ഡിയർ കുട്ടികളെ, പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇവ നന്നായി പഠിച്ചാൽ ഈ പാഠത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും.